സർ, അവളങ്ങനൊന്നും ചെയ്യില്ല. ഇവളെന്റെ അനിയത്തിയല്ലേ? അച്ഛനെ കുത്തിക്കൊന്നവരും മകളെ ഞെരിച്ചു കൊന്നവരുമൊക്കെ എന്റെ ലോക്കപ്പിൽ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് പുതുമയൊന്നുമല്ല. സർ, ടേക്ക് കെയർ. അമ്മേ, അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയമ്മേ. എന്നെ കൊണ്ടുപോലെന്ന് പറയമ്മേ. ചെറിയമ്മേ, ചെറിയമ്മേ, എന്തെങ്കിലും ഒന്ന് ചെയ്. ഞാനെന്ത് ചെയ്യാനാ? നീ കാണിച്ച തോന്നിയാസത്തിന് ഞങ്ങളും കൂടി വന്ന് പോലീസ് സ്റ്റേഷനിൽ നിൽക്കണം. ഏട്ടത്തി, ചെറിയമ്മ എങ്ങനെയൊക്കെ പറയുന്ന ഏട്ടത്തി, എന്നെ മാത്രം ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ നോക്കല്ലേ. പരമേശ്വര, പോലീസുകാര് അവരുടെ ഡ്യൂട്ടി ചെയ്തോട്ടെ അല്ലേ? സർ, നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം. അയ്യോ, ടേക്ക് കെയർ. വരില്ല, ഞാൻ കൊണ്ടുപോലെ. ചേച്ചി എന്നെ കൊണ്ടുപോലെന്ന് പറയേച്ചി. മുത്തശ്ശിനെ കൊണ്ടുപോലെന്ന് പറയണം. വീട് മുത്തശ്ശി. ഐ എം സോറി പരമേശ്വരൻ സാർ. സത്യത്തിന്റെ മുഖം വികൃതമായിരിക്കും എന്നത് വെറുതെ ഒരു വാചകം മാത്രമല്ല. ഇപ്പോഴത്തെ കാലം അതാണല്ലോ. കൂടപ്പിറപ്പിനെ കൊല്ലുക എന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. എന്നെ കൊണ്ടുപോലെ. വീട് മാഡം, ചേച്ചിനെ കൊണ്ടുപോലെന്ന് പറ. സർ, അവളെ കൊണ്ടുപോരുത് സർ. അവളങ്ങനെ ചെയ്യില്ല സർ. വണ്ടിയെടുക്ക. പ്ലീസ് സർ. സർ, സർ, അയ്യോ, അച്ഛാ, അവളൊരു പാവം. അവൾ എന്നോട് ചെറിയ ചെറിയ കുറുമ്പൊക്കെ കാണിക്കാറുള്ളൂ. പക്ഷെ ഇത് നോക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതിന്റെ ഉത്തരവാദികളെ പിടികൂടണമെന്ന് ഇന്നലെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിരുന്നു. പോലീസുകാരുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. പ്രിയങ്ക കുറ്റവാളി അല്ലെങ്കിൽ അത് തെളിയിച്ച് അവൾ തിരിച്ചു വരട്ടെ. രാധിക മോള് പറഞ്ഞ ഒരു കാര്യം ശരിയാ. പ്രിയങ്കയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനൊരു കാര്യം പ്ലാൻ ചെയ്യാൻ പറ്റില്ല. പോലീസ് ചോദ്യം ചെയ്യുമ്പോ അവളുടെ പിറകിൽ ആരാണ് ഉണ്ടായിരുന്നതെന്ന് അന്വേഷിക്കും. അപ്പൊ കാണാം ഓരോരുത്തരുടെയും തനി നിറം. കണിമംഗലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത്. ഈ വാർത്ത ഇപ്പൊ തന്നെ നാട് മുഴുവൻ പരന്നിട്ടുണ്ടാവില്ലേ? നമ്മുടെയൊക്കെ മാനവും കൂടി അവളെ കൊണ്ടുപോയത്. ശരി, നോക്കാം. ഓക്കെ. ഇവളെ ലോക്കപ്പി. സർ, ഒരു മിനിറ്റ്. എന്താ? കണിമംഗലത്ത് സാറ് വന്നപ്പോ അവിടെ എന്റെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് സംസാരിക്കാൻ എനിക്ക് പരിധികളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അടങ്ങി ഒതുങ്ങി നിന്നത്. സാറിന്റെ ഉദ്ദേശം എന്താ? എന്റെ ഉദ്ദേശം വളരെ സിമ്പിളാ. ഈ കേസ് തെളിയിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. നിന്റെ ഉദ്ദേശം എന്താണെന്നറിയാൻ എല്ലാവർക്കും താല്പര്യം. ഇത്രയും വലിയൊരു തറവാട്ടിൽ നിന്നും ഒരു പെണ്ണ് ഗുണ്ടകളുമായി കണക്റ്റഡ് ആണെങ്കിൽ നീ കുടുംബത്തിന് മാത്രമല്ല ഈ നാടിന് പോലും നാണക്കേടാണല്ലോ. എനിക്കെതിരെ എന്ത് തെളിവാ സാറിന്റെ ഉള്ളത്? ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഓടിപ്പോയ 2 പേര് എന്റെ പേര് പറഞ്ഞതോ? അവർക്ക് ആരുടെ പേര് വേണമെങ്കിലും പറയാലോ. വേണമെങ്കിൽ ആ ഹീറോയുടെ പേര് പറയാം, അല്ലെങ്കിൽ ആ ഡയറക്ടറുടെ പേര് പറയാം. പക്ഷേ
സാറിന്റെ ആവശ്യം എന്റെ പേര് പറയാന്നുള്ളതാ. മനസ്സിലായില്ല. അവരെ കൊണ്ട് നിന്റെ പേര് പറയിപ്പിച്ചിട്ട് എനിക്ക് എന്ത് പ്രയോജനം? ലാഭം. കണിമംഗലം പോലൊരു തറവാട്ടിൽ നിന്നും ഒരു പെൺകുട്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഇനി സാറിന് വിലപേശാലോ. കണിമംഗലം പരമേശ്വരനെ വിളിക്കാം. വെറുതെ വിടണമെങ്കിൽ അതിന്റെ വിലയും പറയാം. അതിൽ കൂടുതൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ സാറിന്? നീ മിടുക്കിയാണല്ലോ. ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തൊന്നു മാത്രമല്ല, പറഞ്ഞു നിൽക്കാനും നിനക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞതിൽ എന്താണ് സാർ തെറ്റ്? ലൊക്കേഷനിൽ നിന്ന് ഓടിപ്പോയ ക്രിമിനൽസിനെ ഇവിടെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നത് ആരാന്നറിയോ? വരുൺ, നിന്റെ ഭർത്താവ്. സത്യം തെളിയിക്കണമെന്നുള്ള അയാളുടെ ആ തീരുമാനം കൊണ്ടാ അയാൾ അത് ചെയ്തത്. അക്കാര്യത്തിൽ ഞാൻ അയാളെ സമ്മതിച്ചു. കുറ്റവാളി ആരായാലും അവർക്ക് വേണ്ടി ഇടപെടുന്ന പ്രശ്നമില്ലെന്ന് അയാൾ എന്നോട് പറഞ്ഞു. വരുണിന്റെ ആ വാക്ക് വിശ്വസിച്ച് ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ സാർ? സാറേ, എന്നെ സാർ ഉപദ്രവിച്ചാലും ഈ കേസിൽ എന്നെ കുടുക്കിയാലും പിന്നെ അധികം നാള് സാർ ഈ നാട്ടിൽ തൊപ്പിയും വെച്ചോണ്ട് നടക്കില്ല. എടി മോളെ, നീ ഞങ്ങൾ പോലീസുകാരുടെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിന്നെപ്പോൾ ഒരുത്തി പോലും ഈ സ്റ്റേഷനിൽ എന്റെ മുമ്പിൽ ഇന്ന് വെല്ലുവിളിക്കുക, എന്റെ തൊപ്പി തെറിപ്പിക്കുമെന്ന്. എന്റെ മുന്നിൽ നിന്ന് ഇതൊരാണാണ് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ആരായാലും അവന്റെ വാരിയിൽ ഞാൻ ചവിട്ടി ഓടിച്ചാനേ. പക്ഷെ പെണ്ണെന്ന സ്വാതന്ത്ര്യമാണല്ലോ നീ ഇപ്പൊ എടുക്കുന്നത്. കാര്യം ശരിയാ, സ്ത്രീകൾക്ക് അനുകൂലമായ ചില നിയമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്യുന്ന ഞങ്ങളോട് ഇത്തരം ഭീഷണി പറയുമ്പോ സൂക്ഷിച്ചു വേണം. നല്ല ഉശിരൻ വനിതാ പോലീസുകാരി ഉണ്ട് സ്റ്റേഷനില്. കൈകാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പൊ നീ വെല്ലുവിളിച്ച നാവുണ്ടല്ലോ, അതുകൂടി ഞങ്ങളിങ്ങ് പിഴുതെടുക്കും. സ്വന്തം ചേച്ചിയെ കൊല്ലാൻ പണം കൊടുത്ത് ഏൽപ്പിച്ചിട്ട് അവള് സാംസ്കാരിക പ്രഭാഷണത്തിൽ നിൽക്കുന്നു. ഇനിയൊരു വാക്ക് നിന്റെ വായിന്ന് വീണു പോയാലോ എടുത്തിട്ട് ചവിട്ടി കൂട്ടും ഞാൻ. മനസ്സിലാവടി? കൊണ്ടുപോയി സെല്ലിട്ട്. പ്രിയങ്ക ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. എന്നെ കൊല്ലണമെന്ന് അവൾ ഒരിക്കലും ചിന്തിക്കില്ല. മോളെ, എല്ലാവർക്കും അവളോട് ദേഷ്യമായല്ലേ മുത്തശ്ശി? അവള് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല മുത്തശ്ശി. പ്രിയങ്കയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മോളുടെ വിശ്വാസം. കൊണ്ടുപോയ പോലീസുകാര് പലതും പറയുന്നുണ്ടല്ലോ, അവരത് തെളിയിക്കട്ടെ. അത് കഴിഞ്ഞേ പ്രിയങ്ക കുറ്റക്കാരിയാവൂ. ആണെങ്കിൽ മാത്രമേ ഇവിടെ ഉള്ളവർക്ക് അവളോട് വിരോധം തോന്നും. മുത്തശ്ശി, പോലീസുകാർ ഓരോന്ന് കേട്ട് ചമച്ച് പറയും. പക്ഷെ ഇത് കേട്ട് അവളെ വെറുക്കരുത്. മോളെ രാധികെ, കണിമംഗലത്തെ മരുമകൾ എന്ന നിലയ്ക്ക് പ്രിയങ്കയെ എല്ലാവരും നല്ല രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഈ വീട്ടിലുള്ളവർ നിന്നെ സ്നേഹിക്കുന്നു.
പാവം കുട്ടി. ദ്രോഹിക്കുന്നവരെ പോലും ശത്രുവായിട്ടല്ല കാണുന്നത്. ഇത്രയും നല്ല മനസ്സുള്ള കുട്ടിയെ വരുൺ സ്നേഹിച്ചതിൽ എന്താ അത്ഭുതം? ഒരുപക്ഷെ വരുണിൻ രാധികയെ ഒന്നിച്ചു ചേരാൻ വേണ്ടിയായിരിക്കും ഇപ്പൊ ഇത് സംഭവിച്ചത്. ഇനി ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇതിപ്പോ തന്നെ എല്ലാവരും അറിഞ്ഞു കാണില്ലേ? കാണും. കണിമംഗലത്തെ കഥയാവുമ്പോ ആളുകൾക്ക് പറയാൻ താല്പര്യം ഉണ്ടാവും. ഇത് വിശ്വസിക്കുന്നുണ്ടോ? പോലീസുകാർക്ക് ഒരു കള്ളക്കഥയുണ്ടാക്കി അവളെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ പത്മിനി. അപ്പോ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ ഇത്രയും ക്രൂരതയുള്ള ഒരു പെൺകുട്ടി വേറെയില്ല. കൊല്ലാൻ ശ്രമിച്ചത് സ്വന്തം ചേച്ചിയല്ലേ? അത് എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള രാധികയെ പോലെ ഒരു പെൺകുട്ടിയല്ലേ? പരമേശ്വര, പോലീസ് സ്റ്റേഷനിലൊന്ന് വിളിക്കുകയോ അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യണ്ടേ? അതിനുവേണ്ടി ഞാൻ വരുണിനെ വിളിച്ചു, ഫോൺ കിട്ടുന്നില്ല. ചെയ്തത് അവളാണെങ്കിലും നാണക്കേട് ചുമക്കേണ്ടത് കണിമംഗലത്തുകാര്. വരുണിനെ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക്. അമ്മേ, പോലീസുകാർക്ക് എന്താ തെറ്റിദ്ധാരണ പറ്റിയതായിരിക്കും. പ്രിയങ്ക അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നെ അപകടപ്പെടുത്താൻ അവൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. ഇവന്റെ എവിടെ പോയി കിടക്കുക? അച്ഛൻ വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. പ്രിയ ആകെ പേടിച്ചിട്ടുണ്ടാവും. തെറ്റ് ചെയ്തവർ പേടിക്കും മോളെ, അത് സ്വാഭാവികമാണ്. അവള് തെറ്റ് ചെയ്തിട്ടില്ല. അവൾ എന്റെ അനിയത്തിയല്ലേ. അതുകൊണ്ടെന്താ? പോലീസുകാർ തെളിവടക്കമല്ലേ പറഞ്ഞത്? അവരെ വിശ്വസിക്കാൻ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? എനിക്കതൊന്നും അറിയില്ല. പ്രിയ പോലീസുകാർ കൊണ്ടുപോയിന്ന് കേട്ടാ പിന്നെ അച്ഛനും അമ്മയും പിടിച്ചു നിൽക്കില്ല. എടാ, നിന്നെന്താ ഫോണിൽ കിട്ടാതിരുന്നത്? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. എന്താ? ഇവിടെ വലിയൊരു സംഭവം ഉണ്ടായി. വരുൺ, കുറച്ചുമ്പോ പോലീസുകാർ വന്ന് പ്രിയങ്കയെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി. കേട്ടിട്ട് വരുണിനൊന്നും തോന്നുന്നില്ലേ? ഇല്ല. എടാ, രാധിക മോള് പറഞ്ഞ സത്യമാ. അന്ന് രാധിക മോളെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് അപകടപ്പെടുത്തിയത് പ്രിയങ്ക മോളാണെന്നാ പോലീസുകാർ പറഞ്ഞത്. വെറുതെ പറയുന്നതല്ല, അവരതിന് കൃത്യമായ തെളിവുകളും പറയുന്നുണ്ട്. പിന്നെന്താ ചെയ്യേണ്ടത്? എന്താന്ന് വെച്ചാ പോലീസുകാർ തീരുമാനിക്കട്ടെ. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല മോനെ. നമ്മൾ പോയി അന്വേഷിക്കണ്ടേ? എന്ത് പോയി അന്വേഷിക്കണമെന്ന് അമ്മ പറയുന്നത്? ഇനിയിപ്പോ പോലീസുകാർക്ക് തെളിവ് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയണോ? രാധികയെ അപകടപ്പെടുത്തി ലൊക്കേഷനിൽ നിന്ന് സ്ഥലം വിട്ട് പോയവന്മാരെ ഞാനും ആ പടത്തിലെ ഹീറോയും ചേർന്നാ കണ്ടുപിടിച്ചത്. ഞങ്ങളാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എത്തിച്ചത്. അതുകൊണ്ട് തന്നെയാ ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാതിരുന്നത്. എടോ, പലതവണ ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട്, തന്റെ അനിയത്തി തന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുമെന്ന്. അന്ന് ആർക്കും അത് മനസ്സിലായില്ല. ഞാൻ അവളോട് എന്തെങ്കിലും ദേഷ്യം കാണിക്കുമ്പോഴേക്കും അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കാനായിരുന്നല്ലോ എല്ലാവർക്കും തിടുക്കം. ഇങ്ങനെ ഒരുത്തിയാണോ ഞാൻ സ്നേഹിക്കേണ്ടത്? ഇത്തരത്തിൽ ഒരുത്തിയാണോ ഞാൻ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടത്? വരുണതൊക്കെ മാറ്റിവെക്ക്. അവളെ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ. ഒന്ന് എന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരെയെങ്കിലും ചെയ്യോ? ഇല്ല, പ്രിയങ്കയെ അന്വേഷിച്ച് ഈ വീട്ടിൽ നിന്ന് ആരും പോവില്ല. ഇത് എന്റെ തീരുമാനമാണ്. പ്രിയങ്ക തെറ്റ് ചെയ്തു, തന്നെ കൊല്ലാൻ ശ്രമിച്ചു. അതിന് മാപ്പ് കൊടുത്താൽ പിന്നെ ഞങ്ങൾ ആരും അന്തസ്സോടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. കാര്യമൊക്കെ ശരിയാ, പക്ഷെ അവൾ നിന്റെ ഭാര്യയാ. അങ്ങനെ ഒരു പദവിയില് ഇനി അവൾ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? പ്രിയങ്ക ഇനി എന്റെ ജീവിതത്തിൽ ഇല്ലാന്ന്.
എന്താ നീ പറയുന്നേ? ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ആദ്യം അത് പരിഹരിക്കാനാ നോക്കേണ്ടത്, അല്ലാതെ അതിനു മുമ്പ് കുറെ തീരുമാനങ്ങൾ എടുക്കുകയല്ല വേണ്ടത്. അമ്മേ, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഒറ്റയടിക്ക് തുറന്നു പറയാനായിട്ട് എനിക്കാവില്ല. പ്രിയങ്കയ്ക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴി അവൾ തന്നെ തിരഞ്ഞെടുത്തതാണ്. എന്ത് സംഭവിച്ചാലും അവളെ രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കില്ല. ഈ കുടുംബത്തിൽ നിന്ന് ആരും പോവില്ല. രാധികേ, ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും അനിയത്തിയെക്കുറിച്ച് അന്വേഷിക്കാനും മാപ്പ് കൊടുക്കാനും ഒക്കെ തോന്നുന്നത് തൻ്റെ വലിയ മനസ്സാ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ വീണ്ടും താൻ കബളിപ്പിക്കപ്പെടും. താൻ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും. പ്രിയങ്ക വിഷച്ചെടിയാണെങ്കിൽ അതങ്ങ് പറിച്ചു കളഞ്ഞെന്ന് കരുതിയാൽ മതി. ഇനി അവൾ ഈ കണിമംഗലത്ത് വേണ്ട. ഹലോ ഹലോ മുത്തശ്ശി, ഞാൻ രാധികയെ. ആ എന്താ? മുത്തശ്ശി, കുറച്ചു മുമ്പേ പോലീസുകാർ വന്ന് പ്രിയങ്കയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പ്രിയങ്കയെ അറസ്റ്റ് ചെയ്യോ? എന്തിന്? അത് ഷൂട്ടിങ്ങിനിടയിൽ എന്നെ അപകടപ്പെടുത്തിയത് പ്രിയങ്ക പണം കൊടുത്ത് ഏൽപ്പിച്ച ആളുകളാണെന്ന് അവര് പറഞ്ഞത്. എന്നിട്ട് കണിമംഗലത്തുള്ളവര് മുഴുവൻ അതങ്ങ് വിശ്വസിച്ചോ? നീ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കാണും അല്ലോടി. അപ്പൊ പിന്നെ പ്രിയങ്കമോളുടെ ശല്യം എന്നേക്കുമായിട്ട് നിനക്ക് ഒഴിവാക്കാവല്ലോ അല്ലേ? മുത്തശ്ശി, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. അല്ലാതെ ഈ ജീവിതത്തിൽ സ്വസ്ഥത എന്താന്ന് നീ അറിയില്ലടി. അത്രയ്ക്ക് കൊടിയ പാവോ നീ ചെയ്തത്. ആ വെള്ളച്ചാട്ടത്തിന്റെ താഴേക്ക് പോയപ്പോ നീ അങ്ങ് ചത്തൊടുങ്ങിയാ മതിയായിരുന്നു. ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെടുമായിരുന്നല്ലോ. മുത്തശ്ശി, നേരം വൈകിയ അപകടം. മുത്തശ്ശി, അച്ഛനൊന്ന് ഫോൺ കൊടുത്താ ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം. വേണ്ട, നീ ആരോട് സംസാരിക്കണ്ട. ദേവനോടും യശോദയോടും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. നീ വെച്ചിട്ട് പോടി. മുത്തശ്ശി, എന്റെ കൃഷ്ണ. എന്താ അമ്മേ, എന്താ കാര്യം? വിളിച്ചതേ രാധികയാ. അച്ഛനോടും അമ്മയോടും പറയാനൊരു വിശേഷം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കേൾക്കാനുള്ള മനോബലം ഉണ്ടോ രണ്ടാൾക്കും? കുറച്ചു മുമ്പ് കണിമംഗലത്ത് പോലീസുകാർ വന്നു. അവര് പ്രിയങ്കമോളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്തിനാ? അവള് പണം കൊടുത്ത് രാധികയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ആരോ പറഞ്ഞത്രേ. അയ്യോ, വേറെ ആര് പറയാനാ? അവള് തന്നെ ആയിരിക്കും ആ രാധിക. വിശദീകരിക്കാൻ കാരണമുണ്ടല്ലോ. പ്രിയങ്കയ്ക്ക് കിട്ടിയ അവസരം അവൾക്ക് മാറിപ്പോയപ്പോ പ്രിയങ്ക പ്രതികാരം ചെയ്തു എന്ന് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാ പോരെ? പോലീസുകാർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതായിരിക്കും. എന്തൊക്കെ കുസൃതി കാണിച്ചാലും ഒരാളെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചൊന്നും എന്റെ പ്രിയങ്കമോൾ ചിന്തിക്കില്ല. അവളും വളർന്നത് ഈ കുടുംബത്തിലല്ലേ? അത് നിന്റെയും ഇവളുടെയും വിശ്വാസം. പക്ഷേ രാധികയുടെ വിശ്വാസം അതല്ലല്ലോ. വേറൊരു കാര്യം കൂടി അറിഞ്ഞു. പ്രിയങ്കമോൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകാൻ കണിമംഗലത്ത് നിന്നും ആരും തയ്യാറല്ലാന്ന്. അവൾക്ക് അവളുടെ ഭർത്താവുണ്ട്, ഭർത്താവിന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. എന്നിട്ട് പോലും ഒരാൾക്ക് പോകാൻ വയ്യ. കാരണം എന്താ? അവൾ ഒരുത്തി തന്നെ, ആ രാധിക.
കിട്ടിയ സമയം കൊണ്ട് ആ കണിമംഗലത്തുകാരെ മുഴുവൻ ശത്രുക്കളാക്കി കഴിഞ്ഞു അവള്. ദേവേട്ട, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോണം. മോളെ കാണണം. അവക്ക് വേണ്ടി നമുക്ക് സംസാരിക്കാം. ദേവാ, എത്രയും പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. പോലീസുകാരാ. അവളുടെ തലയിൽ ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ കെട്ടിവെക്കുന്നതിന് മുമ്പ് ചെന്ന് മോളെ രക്ഷിക്കാൻ നോക്ക്.